ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് നിന്ന് കായംകുളത്തേക്കുള്ള ഒരു യാത്രയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനും അച്ഛനും അമ്മയും കൂടെ വണ്ടിയിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് റെയിൽവേയിലേക്ക് പോവുകയാണ്. സി എച്ച് ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ കൂടിയാണ് പോയത്. അതും ഓൾഡ് ലാൻഡൊക്കെ കടന്ന് 2ാം ഗേറ്റിൻ്റെ അവിടെ വണ്ടി വെച്ചു. നേരെ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അതും പാർസൽ ഓഫീസ് വഴി പോയി നമ്മൾ റെയിൽവേ കടന്നു. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലെത്തി. നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, 5:45 മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ട്രെയിൻ വന്നിട്ടുള്ളത് 6:45. 1 മണിക്കൂറോളം നമ്മളവിടെ നിന്നു. അതിനുശേഷം ട്രെയിനിൽ കയറി. ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്, മീൻസ് AC കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഷൊർണൂർ എത്തിയപ്പോഴായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായത്. അതിനുശേഷം ബാലൻസ് ഉണ്ടായ ഫുഡ് നമ്മൾ 2 ടീമിനായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ചേച്ചി നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അപ്പുറത്തെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. അവർക്ക് ഫുഡൊക്കെ എത്തിച്ചു കൊടുത്തു. പിന്നെ അവരൊക്കെ കണ്ടു. ഷൊർണൂർ കുറച്ച് നേരം നിർത്തിയിട്ടിട്ടാണ് വണ്ടി എടുത്തത്. പിന്നെ നമ്മളെല്ലാവരും ലുഡോ കളിച്ചു. പിന്നെ അതിനുശേഷം നമ്മളെല്ലാവരും കിടക്കാൻ റെഡിയായി. നമുക്ക് ഓരോരോ സ്പെസിഫിക്കേഷൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് സ്പെഷ്യലായിട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ AC, ഓരോരുത്തരുടെ കാലിൻ്റെ താഴെയായിട്ട് ACയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ ഒരു AC കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കയറിയപ്പോൾ തണുപ്പില്ലെങ്കിലും പിന്നെ തണുപ്പ് കൂടി വരികയായിരുന്നു. പ്ലഗ്-ഇൻ പോലും നമുക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ടുണ്ട്. പിന്നെ ഈ റെഡ് ലൈറ്റ് എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. പിന്നെ നമ്മൾ ബാവയുടെ ചോറൂണിനാണ് പോകുന്നത്. ചേച്ചീൻ്റെ മോൻ്റെ ചോറൂണിനാണ് നമ്മൾ കായംകുളത്തേക്ക് പോകുന്നത്. പിന്നെ സ്ഥലത്തെത്താനായപ്പം എല്ലാവരും ഇറങ്ങാൻ വേണ്ടി റെഡിയായി. അങ്ങനെ നമ്മൾ 2:10 അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാർ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കാറിലായിരുന്നു നമ്മൾ ചേച്ചിയുടെ കൊച്ചച്ഛൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ ബൈ.